അവസാനം നാട്ടുകാര് മുഴുവനും ഈ ശരീരത്തോട് അടുക്കാൻ ഒരാൾക്കും ധൈര്യം വരുന്നില്ല. ഒരു വലിയ വിറകിന്റെ കഷ്ണം കൊണ്ടുവന്നു, ഒരു വലിയ തൂണ് കൊണ്ടുവന്നു. ആ തൂണിലൂടെ അബൂലഹബിന്റെ ശരീരം കെട്ടിവെക്കുന്നു. എന്നിട്ട് കുഴിച്ച കുഴിയുണ്ടല്ലോ, ആ കുഴിയോട് അടുക്കാതെ തന്നെ നാട്ടുകാര് മുഴുവനും ദൂരെ നിൽക്കുകയാണ്. ബദർ യുദ്ധം നടന്നു. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങളെ സഹായിക്കാൻ ഒരുപാട് മലക്കുകളെ അല്ലാഹു തആല ഇറക്കി. നല്ല വെള്ള തലകെട്ട് കെട്ടിയ മലക്കുകൾ ബദർ യുദ്ധത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചു. അപ്പോ ബദർ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹ് ഒരു ചർച്ച നടക്കുകയാണ്. ആ ചർച്ച നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് അബൂലഹബ് ഉണ്ട്. അബൂലഹബ് എന്ന് പറഞ്ഞ ആരാ? ലഅനത്തുല്ലാഹി അലൈഹി. പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് ആക്ഷേപിച്ച് അബൂലഹബും അബൂലഹബിന്റെ ഭാര്യയും നരകത്തിലാണ് എന്ന് കീറി മുറിച്ച് പറഞ്ഞതാണ് ഖുർആൻ. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ് സയസ്ലാ നാരൻ ദാത ലഹബ് വംറഅതുഹു ഹമ്മാലത്തൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ്. അബൂലഹബിന്റെ ഭാര്യയും രണ്ടാളും നരകത്തിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പേര് വ്യക്തമാക്കി പറഞ്ഞവരാണ്. അങ്ങനെ വേറെ പേര് വ്യക്തമാക്കി പറഞ്ഞത് അപൂർവമാണ്. അബൂലഹബിനെയും അബൂലഹബിന്റെ ഭാര്യയും പേര് വ്യക്തമാക്കി പറഞ്ഞിട്ട് അവർ നരകത്തിലാണെന്ന് ഖുർആൻ പറഞ്ഞു. ആ അബൂലഹബ് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യാണ്. കൂടെയുള്ളവരോട് പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? ബദർ യുദ്ധത്തിൽ മലക്കുകൾ വന്നിട്ട് മുസ്ലിമീങ്ങളെ സഹായിച്ചു എന്ന് പറഞ്ഞത് കേട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അത് മലക്കുകളൊന്നും ആകാൻ സാധ്യതയില്ല. ആരാ പറയണേ? അബൂലഹബ് കൂടെയുള്ളവരോട് പറയണം. അവിടെ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട അബൂ റാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇരിക്കുകയാണ്. അബൂ റാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ ആരാണെന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമയാണ് അബൂ റാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ. അബൂ റാഫി റളിയല്ലാഹു അൻഹു അബൂലഹബിനോട് പറഞ്ഞു, നിങ്ങൾ മലക്കുകളല്ല എന്ന് പറയണ്ട. വല്ലാഹി തിൽക്കൽ മലായിക. ബദർ യുദ്ധത്തിൽ വെള്ള തലകെട്ട് കെട്ടിയിട്ട് കണ്ടവരും മലക്കുകൾ തന്നെ. അല്ലാഹു മുസ്ലിമീങ്ങളെ സഹായിക്കാൻ മലക്കുകളെ ഇറക്കിയതാണ് കേട്ടോ. അബൂ റാഫി റളിയല്ലാഹു അൻഹു ഇതങ്ങ് പറഞ്ഞപ്പോ അബൂലഹബിന് വല്ലാത്ത ദേഷ്യം വന്നുപോയി. ഈ അബൂലഹബ് എന്താണ് ചെയ്തത് എന്നറിയോ? എന്റെ വാള കേൾക്കുന്ന ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. കൈയങ്ങ് ഉയർത്തിയിട്ട് അബൂ റാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുഖത്തേക്ക് ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. ആ മുഖത്തിന് വല്ലാത്ത വേദന വന്നുപോയി, വല്ലാത്ത വേദന വന്നുപോയി. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ, അള്ളാന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ വേദനകളെ സഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അടികൊള്ളേണ്ടി വരൂന്നല്ല. അള്ളാന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുമ്പോ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും, സങ്കടങ്ങൾ ഉണ്ടാകും. എല്ലാരും നല്ലത് പറയൂല എന്ന് ഉറപ്പാണ്. നമ്മുടെ പ്രവർത്തനം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകാനോ ഒരാൾക്കും കഴിയില്ല. എല്ലാരും എന്നെ കുറിച്ച് നല്ലത് പറയണം എന്നോ. സുബ്ഹാനല്ലാഹ്. ശൈഖുനാ സുൽത്താനുൽ ഉലമാ, അല്ലാഹുവേ ആ കരങ്ങൾക്ക് ഇനിയും ഒരുപാട് കാലം നീ ശക്തി പകർന്നു കൊടുക്കണം റഹ്മാനേ. ഉസ്താദ് അവരുകള് എത്ര നല്ല മനുഷ്യനാണ്. പക്ഷെ ഉസ്താദ് അവർക്ക് ചെറിയ ഒരു അസ്വസ്ഥത വന്ന് ക്ഷീണം പിടിച്ച് വിശ്രമത്തിനായി കഴിയുമ്പോ ഇപ്പോഴും ചില ആളുകൾ ചോദിക്കുന്നത് കാണാം, മടവൂർ CM വലിയന്റെ കറാമത്ത് എവിടെ പോയി? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുൽത്താനുൽ ഉലമാനെ കൂടെ എപ്പോഴും CM വലിയന്റെ സഹായം ഉണ്ടെന്നല്ലേ പറഞ്ഞ്, ഇപ്പൊ എവിടെ പോയി? സുബ്ഹാനല്ലാഹ്.
അങ്ങനെ എത്രയോ പള്ളികൾ തകർക്കപ്പെട്ടില്ലേ? ആ പള്ളികൾ തകർക്കപ്പെടുമ്പോ അള്ളാന്റെ സഹായം എവിടെ പോയി എന്ന് ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം പൊട്ടത്തരന്നല്ലേ അതിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ്. ഞാൻ പറയാറുണ്ട്, ഉസ്താദിനൊരു ക്ഷീണം വന്നത് ഉസ്താദിന്റെ മഹത്വം ഒന്നുകൂടി നമുക്ക് മനസ്സിലാകാനാണ്. നമ്മൾ ഇങ്ങനെ ഒരു രംഗം ഓർത്തിരുന്നോ? സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു രംഗം ഓർത്തിരുന്നോ? ഇല്ല. ഒരാൾ എന്നോട് പറഞ്ഞു, കോവിഡ് കാലത്ത് നടന്ന മജ്ലിസിനേക്കാളും കൂടുതൽ മജ്ലിസ് ഇപ്പൊ നടന്നു. എപ്പോ ഉസ്താദിനൊരു ചെറിയ രോഗം പിടിപെട്ട് ഹോസ്പിറ്റലിലാണെന്ന് കേട്ടപ്പോ കോവിഡ് കാലത്ത് ഓരോരുത്തന്റെ ജീവൻ പോകുന്ന സമയം. അപ്പൊ ഉസ്താദിന്റെ ശരീരം മാത്രമല്ല, ഓരോരുത്തന്റെ ജീവൻ പോകുന്ന സമയം. അപ്പൊ പോലും നടക്കാത്ത മജ്ലിസുകളാണ്. എത്ര ആളുകളാ ഇപ്പോഴും? എത്രയോ ഉമ്മമാര്, എത്രയോ സഹോദരിമാര് പരിശുദ്ധ ഖുർആൻ ഖത്മ് നേർച്ചയാക്കി ഇപ്പൊ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ ഉമ്മമാര് നോമ്പ് നേർച്ചയാക്കി നോമ്പ് നോറ്റുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ഉമ്മമാര് സുന്നത്ത് നിസ്കാരം നേർച്ചയാക്കി ആ സുന്നത്ത് നിസ്കാരം വീട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ആള്? ഞാനൊരു സ്ഥലത്ത്, നിങ്ങള് ക്ലിപ്പൊക്കെ കണ്ടിരിക്കും, ഇപ്പൊ കുറച്ച് മുമ്പ് സുല്യമേന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്, പൊയ്യത്തമില്ലാത്ത സുല്യമേന്ന് പറഞ്ഞിട്ട് ഇവിടെ അടുത്ത. അവിടെ ഒരു സ്ഥലത്ത് വേദന വായ്പുണ്ട്. വേദ കഴിഞ്ഞിട്ട് സംഭാവനകൾ ഇങ്ങനെ ചോദിക്കുമ്പോ ഒരു ചെറിയ കുഞ്ഞ് സ്റ്റേജിൽ കയറി, ഒരു ചെറിയ പെൺകുട്ടി, ചെറിയ മോളാണ്, ഇവരോടൊക്കെ വലുപ്പത്തിലുണ്ടാവും. ആ കുട്ടി അങ്ങ് സ്റ്റേജിൽ കയറിയിട്ട് എന്നോട് പറഞ്ഞു 1000 രൂപ തന്നിട്ട് സംഭാവന ഏറ്റെടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ ഉമ്മാമാക്ക് ദുആ ചെയ്യണോ, പിന്നെ AP ഉസ്താദിന് ദുആ ചെയ്യണോ? സുബ്ഹാനല്ലാഹ്. ചെറിയ കുഞ്ഞ്. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്താദ് എന്താ കാരണം? എല്ലാരെയും കൽബിൽ ഉസ്താദ് ഇരുന്നു പോയി. ചെറിയ കുരുന്നു മക്കളെ കൽബിൽ അടക്കം ഉസ്താദ് ഇരുന്നു പോയി. കാരണം ഉസ്താദിന്റെ സേവനങ്ങൾ അങ്ങനെയാണ് എന്ന് കരുതിയിട്ട് എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് ഉസ്താദിന് ചെയ്യാൻ കഴിയില്ല. നല്ലത് ചെയ്താലും ചിലർക്ക് ദഹിക്കൂല. അവര് കുറ്റം പറയൂ, അവര് ചീത്ത പറയൂ. നമ്മൾ ഒരു ആലിമിനെയും കുറ്റം പറയരുത്, ഒരു സയ്യിദിനെയും ചീത്ത പറയരുത്. ജിഫരി മുത്തുക്കോയ തങ്ങളുപ്പാപ്പ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുൽത്താനുൽ ഉലമക്ക് വേണ്ടി എത്ര സദസ്സുകളിലാണ് ദുആ ചെയ്തത്. അതാണ് മനസ്സ്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന വിഷയം മറക്കരുത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ഒരു ചെറുപ്പക്കാരനും തെറ്റിദ്ധരിക്കണ്ട. അൽഹംദുലില്ലാഹ്. നേരത്തെ ഇവിടെ പറഞ്ഞപ്പോ പറഞ്ഞു ഉണ്ണിയൻകുട്ടി സഖാഫി ഉസ്താദിനെ കുറിച്ച്. എനിക്ക് അവരുമായി ജീവിതകാലത്ത് ബന്ധമുണ്ടായിരുന്നു. ഈ പാവപ്പെട്ട എന്നെ അതാ ഐഡിയയിലേക്ക് ക്ഷണിച്ചു വേദ പറയാൻ വേണ്ടി പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് അവിടെ വരാൻ കഴിഞ്ഞിട്ടില്ലേ ഉള്ളൂ. അല്ലാഹു തആല ഉസ്താദിന്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ. ഇപ്പോഴും ഉസ്താദിന്റെ മുഖം ഇങ്ങനെ കണ്ടതുപോലെ എനിക്ക് തോന്നുകയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കട്ടെ, സ്വർഗ്ഗം കൊടുക്കട്ടെ. ഇതുപോലെ ഇന്ന് ഈ നല്ല ഭംഗിയുള്ള പള്ളി, അല്ലാഹു ഈ പള്ളിയുടെ തനിമ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. എത്ര നല്ല ഭംഗിയുള്ള പള്ളിയാണ്. സുബ്ഹാനല്ലാഹ്. ഈ പള്ളിന്റെ ഉള്ളിലേക്കൊന്ന് കയറണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം എന്താണ്? അന്ന് ഞാൻ വന്നപ്പോ ഉള്ളിലോട്ട് കയറിയിട്ടില്ല. അന്ന് എനിക്ക് ഇവിടത്തെ വാദ കഴിഞ്ഞ് മംഗലാപുരത്ത് വേറൊരു സ്ഥലത്ത് വാദുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശൈഖുന ഉസ്താദ് ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ വാദ കഴിഞ്ഞ് ഞാൻ പോയത് ഞാനിപ്പോ ഓർക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വാദ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഉള്ളിലോട്ട് കയറണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ ചോദിച്ചു, അന്ന് ഉദ്ഘാടനം ചെയ്ത അപ്പ ജുമാ ഇല്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് ജുമാ തുടങ്ങി. ഇപ്പൊ എന്നോട് ഇവിടെ സംഘാടകർ പറഞ്ഞു, ഉസ്താദേ ഇവിടെ സ്ഥലം മതിയാകണില്ല. ഇപ്പൊ ജുമാക്ക് ആളുകൾ പെരുത്തും കൂടി വരികയാണ്, സ്ഥലം മതിയാകണില്ല. മതിയായില്ലെങ്കിൽ പള്ളിയുടെ വിശാലത കൂട്ടണം. അല്ലെങ്കിൽ മുകളിൽ അതാ സ്ഥലമുണ്ട്, 2ാമത്തെ നില, 2ാമത്തെ ഫ്ലോറ്, അതാ അത് പണിയണം. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. അല്ലാഹു ഭാഗ്യം തരട്ടെ. നിങ്ങളൊന്നും പൈസ തരണ്ട, ആമീൻ പറയാം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ചില മനുഷ്യന്മാർക്ക് ആമീൻ പറയാൻ പേടി. എന്തേ? പൈസ ചോദിച്ചൊരു വാന്ന്. അൽഹംദുലില്ലാഹ്. ഇത്ര ആയല്ലോ, ഇനി ഇത്ര പൈസ വേണ്ട, മുകളിലോട്ട് എടുക്കാൻ അല്ലെ? അങ്ങനല്ലേ കണക്ക്? കാരണം എന്താ? ഇത് വേണ്ട, ഏത് ബഹുമാനപ്പെട്ട ഫൗണ്ടേഷൻ വേണ്ട, മുകളിലോട്ട് എടുക്കുമ്പോ. അതുകൊണ്ട് താന്റെ അത്ര പൈസ ഒന്നും മോൾക്ക് വേണ്ട. പിന്നെ അല്ലാഹു അലം ഇരിക്കട്ടെ, ചില സ്ഥലത്ത് താഴെ ആക്കിയതിനെക്കാളും പൈസ മുകളിൽ കൂടും എന്ന് പറയുന്നത് എനിക്കതറിയില്ല. ഞാനിപ്പോ ഇതിനെ കിടക്കണില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ജുമാക്ക് ഇവിടെ സ്ഥലം മതിയാകണില്ല എന്ന് പറഞ്ഞു.
അപ്പൊ സ്ഥലം മതിയാകണമെങ്കിൽ പള്ളിന്റെ മോൾ എടുക്കണം. അള്ളാഹു നമുക്ക് അതിന് വഴികളൊക്കെ തുറന്നിരട്ടെ. ഈ പള്ളിക്ക് എല്ലാ മാസവും നല്ല ചെലവ് വരും. അള്ളാഹു ഒരു പ്രയാസവും ഇല്ലാതെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തആല ബന്ധപ്പെട്ടവർക്ക് തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകൂ. അള്ളാന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യുമ്പോ പ്രയാസങ്ങൾ സഹിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിദ്മത്ത് ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ഖിദ്മത്ത് ചെയ്തിട്ടില്ല. ഈ അബൂ ലഹബ് കയ്യങ്ങ് പൊക്കിയിട്ട് അബൂ റാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ മുഖത്തേക്ക് ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. അപ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മുൽ ഫളൽ ബീവി അതാ വീട്ടിന്റെ ഉള്ളിലുണ്ട്. ആ മഹദി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഓടി വന്നു. അബൂ ലഹബിനോട് ചോദിച്ചു, അല്ല അബൂ ലഹബേ, ഒരു അടിമയെയാണല്ലോ നിങ്ങൾ അടിച്ചത്. ഈ അടിമയുടെ യജമാനനാണ് എന്റെ ഭർത്താവായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ യജമാനൻ ഇല്ലാത്ത സമയം നോക്കിയിട്ട് അടിമയെ നിങ്ങൾ ആക്രമിച്ചിട്ട് നിങ്ങൾ വലിയ ആളൊന്നും ആകാൻ നോക്കണ്ട എന്ന് ഉമ്മുൽ ഫളൽ ബീവി റളിയല്ലാഹു അൻഹ അതാ അബൂ ലഹബിനോടങ്ങ് പറഞ്ഞു. ഓ അള്ളാന്റെ ദീനിനോട് കളിക്കല്ലേ ജനങ്ങള്, അള്ളാന്റെ ദീനിന്റെ നിയമങ്ങളെ പരിഹസിക്കല്ലേ ജനങ്ങള്. ഓ വാല് കേൾക്കുന്ന ഉമ്മമാര്, വാല് കേൾക്കുന്ന സഹോദരിമാരെ, തോന്നിയതുപോലെ ജീവിക്കല്ലേ. നേരത്തെ ഇവിടെ അഡ്വക്കറ്റും കൂടിയായ തങ്ങളവരുകൾ എന്റെ വാലിന് മുമ്പ് സംസാരിച്ചപ്പോ ഇവിടെ പറഞ്ഞു, ഇനി അതാ മയക്കുമരുന്നും കഞ്ചാവും ലഹരിയുടെ പട്ടികയിൽ നിന്ന് തന്നെ എടുത്തു മാറ്റാനുള്ള നീക്കമാണ് ഐക്യരാഷ്ട്രസഭ ഒരുങ്ങുന്നു. അതാ എനിക്ക് പത്രത്തിൽ വന്ന റിപ്പോർട്ട് കാണിച്ചു തന്നു. ഓ മുസ്ലിം കൗമാരപ്രായമുള്ള ആൺമക്കളെ, കൗമാരപ്രായമുള്ള പെൺമക്കളെ, മുസ്ലിം ചെറുപ്പക്കാരെ, മുസ്ലിം യുവതികളെ, ഐക്യരാഷ്ട്രസഭ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും, കോടതി ഉത്തരവിട്ടാലും ഉത്തരവിട്ടില്ലെങ്കിലും നമുക്കൊരു കോടതിയുണ്ട്. ദുനിയാവിലുള്ള കോടതി മാത്രമല്ലല്ലോ, നമ്മുടെ ഏറ്റവും വലിയ കോടതി ഇസ്ലാമിന്റെ കോടതിയാണ്. ഇസ്ലാമിന്റെ കോടതിയിൽ മയക്കുമരുന്നു ലഹരിയും കടുത്ത ഹറാമു തന്നെ, കടുത്ത തെറ്റ് തന്നെ. ഇവിടെ ഏത് രാഷ്ട്രസഭ അത് മറ്റേ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ നോക്കിയാലും ഇസ്ലാമിന്റെ കോടതിയിൽ വിലക്ക് ഏർപ്പെടുത്തിയ പട്ടികയിൽ നിന്ന് ലഹരി പദാർത്ഥങ്ങളെയോ മയക്കുമരുന്നിനെയോ കഞ്ചാവിനെയോ പുറത്താക്കിയിട്ടില്ല. ഇത് സർവാൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ബോധത്തിൽ എപ്പോഴും വേണമെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അള്ളാന്റെ ദീനിനോട് കളിച്ചവനെ ഇന്ന് വരെ അള്ള വിട്ടില്ലല്ലോ. അതുകൊണ്ടല്ലേ ചരിത്രത്തിൽ കാണാം, 7 രാത്രികൾ പിന്നിട്ടു അബൂ ലഹബ് അബൂ റാഫി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അടിച്ച് 7 രാത്രികൾ അങ്ങ് പിന്നിട്ടിട്ടേയുള്ളൂ. അപ്പോഴാണ് അബൂ ലഹബിന്റെ ശരീരത്തിൽ ഒരു കുരുവങ്ങ് പൊന്തി. ചരിത്രത്തിൽ കാണാം, അബൂ ലഹബിന്റെ ശരീരത്തിൽ ഒരു കുരുവങ്ങ് പൊന്തി. ആ കുരുവോ ശരീരം മുഴുവനും പടർന്നു. നാട്ടുകാര് മുഴുവനും പേടിച്ചു പോയി. ഇനി അബൂ ലഹബിന്റെ ശരീരത്തിലുള്ള കുരു നമ്മുടെ ദേഹത്തേക്ക് പടർന്നു പോകുമോ? അതാ നാട്ടുകാര് മുഴുവനും പേടിച്ചു പോയി. എന്തിനേറെ പറയണം, ചരിത്രത്തിൽ കാണാം, ഫതബഅദ അൻഹു ബനൂഹു, മരിക്കുന്നത് വരെ അബൂ ജഹൽ മരിക്കുന്നത് വരെ സ്വന്തം മക്കള് പോലും ബാപ്പയിൽ നിന്ന് അകന്നു നിന്നു. മക്കള് പേടിച്ചു പോയി. ബാപ്പാന്റെ ദേഹത്തുള്ള കുരു മക്കളുടെ ദേഹത്തേക്ക് പടർന്നു പിടിക്കുമോ? അബൂ ലഹബിന്റെ സ്വന്തം മക്കള് ഭയന്നുപോയി. അതുകൊണ്ട് ബാപ്പയിൽ നിന്ന് മക്കള് അകന്നുപോയി. എന്നിട്ട് ചരിത്രത്തിൽ കാണാം, ഒരാളും അബൂ ലഹബിന്റെ അടുത്തേക്ക് വരണില്ല. അവസാനം ഹത്താ ഖതലഹുല്ലാഹ്, അബൂ ലഹബ് ചത്തുപോയി. അബൂ ലഹബിന്റെ ജീവൻ പോയി.
അബൂലഹബിന്റെ ജീവൻ പോയപ്പോഴും എന്റെ അള്ളാന്റെ ദീനിനോട് കളിച്ചതാണ്. ചെറുപ്പക്കാരാ, റബ്ബ് തന്ന ആരോഗ്യം ഓർത്ത് അനാചാരങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഒരിക്കലും കല്യാണത്തിന്റെ പേരിലോ മറ്റോ ഒരു തോന്നിവാസത്തിന്റെ പിന്നിലും പോകരുത്. ശരീരത്തിന് നാശം വരാൻ ഒരു ചെറിയ കുരുവങ്ങ് പൊന്തിയാ മതി. ഇന്ന് വരെ ശരീരത്തിലില്ലാത്ത കുരു, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊരു കുരുവങ്ങ് പൊന്തിയിട്ട് അത് ശരീരമാകെ പടർന്ന് അവസാനം ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ അത് തന്നെ ധാരാളമാണ്. അബൂലഹബിന് അങ്ങനെയല്ലേ സംഭവിച്ചത്? അവസാനം ജീവൻ നഷ്ടപ്പെടുന്നു. ഇനി ഈ ശരീരത്തെ എന്ത് ചെയ്യണം? ഒരാളും ആ ശരീരത്തോട് അടുക്കുന്നില്ല. അവസാനം നാട്ടുകാര് ചിന്തിക്കുകയാണ്, ഈ ശരീരത്തെ മറവ് ചെയ്യാതെ ബാക്കി വെച്ചാൽ ചിലപ്പോൾ നമുക്കത് വലിയ ശല്യമായിരിക്കും, നമുക്കത് വലിയ ഷർറായിരിക്കും. എന്തേ കാരണം? ആ ശരീരത്തിലുള്ള കുരു നമ്മുടെ ദേഹത്തേക്ക് വീണ്ടും പടർന്നാലോ? അതുകൊണ്ട് എങ്ങനെയെങ്കിലും ചെയ്ത് അബൂലഹബിന്റെ ശരീരത്തെ തഥാ കുഴിച്ചിടണോ? അതിനെ കുഴിച്ചിടണമെന്ന് ആലോചിച്ച് അവസാനം നാട്ടുകാര് മുഴുവനും ഈ ശരീരത്തോട് അടുക്കാൻ ഒരാൾക്കും ധൈര്യം വരുന്നില്ല. ഒരു വലിയ അതാ വിറകിന്റെ കഷ്ണം കൊണ്ടുവന്നു, ഒരു വലിയ അതാ തൂണ് കൊണ്ടുവന്നു. ആ തൂണിലൂടെ അബൂലഹബിന്റെ ശരീരം കെട്ടിവെക്കുന്നു. എന്നിട്ട് അതാ കുഴിച്ച കുഴിയുണ്ടല്ലോ, ആ കുഴിയോട് അടുക്കാതെ തന്നെ നാട്ടുകാര് മുഴുവനും ദൂരെ നിൽക്കുകയാണ്. ഈ വിറക് മുഖേന അതാ അബൂലഹബിന്റെ ശരീരം കുഴിച്ച കുഴിയിലോട്ട് ഇറക്കി വെക്കുന്നു. എന്നിട്ടതാ കുഴിച്ചിടുന്നു. എന്നിട്ടോ കുഴിച്ചിട്ടതിന് ശേഷം ഇനി കല്ല് വെക്കണമല്ലോ. ഇനി എന്ത് ചെയ്യൂ? ഒരാളും അടുക്കുന്നില്ല. ദൂരയിൽ നിന്ന് അതാ കല്ലിനെ അങ്ങ് ഉരുട്ടി അബൂലഹബിന്റെ കുഴിയിലേക്ക് ഇറക്കി വെക്കുന്നു. സുബ്ഹാനല്ലാഹ്. എന്തേ കാരണം? അള്ളാന്റെ ദീനിനോട് കളിച്ചതാണ്, അള്ളാന്റെ ദീനിനോട് കളിച്ചതാണ്, അള്ളാന്റെ ദീനിനെ പരിഹസിച്ചതാണ്. അപ്പൊ അബൂലഹബിന്റെ മരണത്തിനോ അബൂലഹബിന്റെ നാശത്തിനോ നിമിത്തമായത് ആ അബൂലഹബിന്റെ ശരീരത്തിൽ ഒരു കുരുവങ്ങ് പൊന്തിപ്പോയി.